പ്രിയപ്പെട്ടവരെ നമസ്കാരം. അരുവിക്കര ശ്രീധർമ്മശാസ്താ ക്ഷേത്രം പൂർണ്ണ പുഷ്കല സമേതനായ ശ്രീധർമ്മശാസ്താവാണ് പ്രധാന പ്രതിഷ്ഠ. അതുപോലെ തന്നെ പ്രാധാന്യമേറ്റതാണ് ഇവിടെ പടിഞ്ഞാറ് ദർശനമായുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയും. പടിഞ്ഞാറോട്ടൊഴുകുന്ന നെയ്യാർ നദി ഈ തിരുസന്നിധിയിൽ വച്ച് ഭഗവാനെ വണങ്ങി തെക്കോട്ടായി ഒഴുകുന്ന കാഴ്ച വളരെ മനോഹരമാണ്. നെയ്യാറ്റിൻകര കാട്ടാക്കട റോഡിൽ പോങ്ങുമൂട് ജംഗ്ഷനിൽ നിന്നും ഒറ്റശേഖരമംഗലം റോഡിൽ 3 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ഈ മഹാക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. അതിപുരാതനമായ ഈ ക്ഷേത്രം കേരള പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ്. പൂർണ്ണ പുഷ്കല സമേതനായ അപൂർവം ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അരുവിക്കര ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതി തന്നെ വളരെ വിശിഷ്ടമാണ്. ഗജപ്രഷ്ഠാകൃതിയിലുള്ള ശ്രീകോവിലാണ് ക്ഷേത്ര നിർമ്മിതി. ക്ഷേത്ര ശ്രീകോവിലിന് ചുറ്റും ധാരാളം വ്യാളീമുഖങ്ങൾ കൊത്തിവച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഈ ക്ഷേത്രത്തിലെ പൂജാവിധികൾ തന്നെ അത്യപൂർവമായ പൂജാവിധാനമാണ്. ബഹുവേരക്രിയ സമ്പ്രദായത്തിലാണ്, അതായത് ഒന്നിലധികം വിഗ്രഹങ്ങൾ ആരാധനയുള്ള ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ പ്രത്യേകത 2 അറകളിലായിട്ടാണ് പൂജാവിധികൾ നടക്കുന്നത്. ദേവൻ്റെ ജീവൻ ഗർഭഗൃഹത്തിൽ ശ്രീകോവിലിനകത്തും പുറത്ത് മറ്റൊരു അറയിൽ അർച്ചനാബിംബത്തിലുമായാണ് അഭിഷേകവും അർച്ചനയും പൂജകളും എല്ലാം ചെയ്യുന്നത്. പള്ളിയറ എന്ന സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പൂജാവിധാനം. ദേവൻ്റെ വിശേഷ അഭിഷേക പൂജാ നിവേദ്യ സമയത്ത് അകത്തു നിന്നും ജീവനെ ആവാഹിച്ച് പുറത്തെ അർച്ചനാബിംബത്തിലേക്ക് കൊണ്ടുവന്ന് പൂജകൾ പൂർത്തിയാക്കി തിരികെ ജീവ ചൈതന്യത്തിലേക്ക് ലയിപ്പിക്കുന്ന ഒരു പ്രത്യേക സമ്പ്രദായമാണ് ഇവിടെ. ഹാരകേയൂര കങ്കണാദി സകലവിധ ആഭരണ ചതുർബാഹുവായ ശ്രീ മഹാവിഷ്ണു പടിഞ്ഞാറ് ദർശനമായി ഇവിടെ ഉപദേവനായല്ല പ്രധാന ദേവനായാണ് ഇവിടെ സങ്കല്പം. തൊട്ടടുത്തായി പാർവതീ സമേതനായ ശ്രീ മഹാദേവൻ്റെ പ്രതിഷ്ഠയും കാണാം. രാവിലെ 5 മണി മുതൽ 9:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ 7:30 വരെയുമാണ് ക്ഷേത്ര ദർശന സമയം.
പൈങ്കുനി ഉത്രം മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.